വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ തീരുമാനം വിശദീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഏരിയ കമ്മിറ്റിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യും. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കലുകളിൽ ജനറൽ ബോഡി യോഗവും ഇന്ന് വിളിച്ചിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുണ്ടായ സാഹചര്യം യോഗത്തിൽ പാർട്ടി നേതാക്കൾ വിശദീകരിക്കും. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്നലെ കെ പ്രകാശ് മാധ്യമങ്ങളെ കണ്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട വലിയ വിശദീകരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നുണ്ടായിരുന്നു. വിശദീകരണമൊന്നുമില്ല, ഞങ്ങളുടെ പാർട്ടി ഫണ്ട്, അതിന്റെ കണക്ക് ഞങ്ങളുടെ കൈവശമുണ്ട്, അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വലിയൊരു കുറ്റച്ചാർത്ത് കുഞ്ഞികൃഷ്ണന് നേരെയുണ്ടായിരുന്നു. ഇത് തന്നെയായിരിക്കില്ലേ അണികളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുക? മധു, പാർട്ടി നേടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കുഞ്ഞികൃഷ്ണനെ 2022 തട്ടിപ്പാരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയിരുന്നു. അന്ന് പറഞ്ഞത് ഈ പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ്. ആ വിവരം, ആ തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ 21 അംഗ ഏരിയ കമ്മിറ്റിയിലെ 17 പേരും ഇതിനെ എതിർത്തു എന്നതാണ്. എന്ന് വെച്ചാൽ കുഞ്ഞികൃഷ്ണനൊപ്പമായിരുന്നു 2022 17 പേരും എന്നതാണ്. സ്വാഭാവികമായും ഈ വിഷയം കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുമ്പോഴും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റിയിൽ ആളുകളുണ്ട്. ഏരിയയ്ക്ക് കീഴിലെ ലോക്കൽ കമ്മിറ്റികളിൽ പലതും കുഞ്ഞികൃഷ്ണനൊപ്പമാണ്. സ്വാഭാവികമായും ഈ തീരുമാനം പുറത്തേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. മാത്രമല്ല, അണികളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ പുറത്താക്കിയ നടപടി പാർട്ടി അത് റിപ്പോർട്ട് ചെയ്യും, ഒപ്പം തന്നെ വിശദീകരിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ലോക്കലുകളിൽ ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുള്ളത്. അത് വൈകുന്നേരമാണ് യോഗം. ആ യോഗത്തിലും പാർട്ടി എന്തിന് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ പുറത്താക്കാൻ കാരണം ഈ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചു എന്നതാണ്. പക്ഷേ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത് എന്ന് പറയുമ്പോഴും അണികൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കണക്കുകളിൽ വ്യക്തത വരുത്താൻ ഇന്നലെ കെ രാഗേഷിന് പോലും കഴിഞ്ഞില്ല. കുഞ്ഞികൃഷ്ണൻ പല ആരോപണങ്ങൾ ഉന്നയിച്ചു. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തട്ടിപ്പ്, ഒപ്പം തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ്, ഇതിലൊന്നും തന്നെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, ഇത് കണക്കുകളാണല്ലോ, അല്ലാതെ ആശയപരമായ വിഷയമല്ല. അപ്പോൾ കണക്കുകൾ പുറത്തുവിടുകയോ കണക്കുകൾ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യും. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പരസ്യമായി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് പാർട്ടിയിൽ ഇത് ഇപ്പൊ സംസ്ഥാന തലത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നു, പാർട്ടിയെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിനെ പ്രതിരോധിക്കുന്നു എന്നതുപോലെയല്ല. വി കുഞ്ഞികൃഷ്ണന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം പാർട്ടി ഘടകത്തിലുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ തിരിച്ചറിയുകയും വ്യക്തിപരമായി തന്നെ ആരാണ് കുഞ്ഞികൃഷ്ണൻ എന്നെ സംബന്ധിച്ച് ബോധ്യവുമുള്ള ഒരു വലിയ പാർട്ടി സംവിധാനം അവിടെയുണ്ട്. ചോദിക്കുന്ന ചോദ്യം എന്തിനു വേണ്ടിയാണെന്ന് നോക്കൂ. ഇതിനുശേഷം അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ആരോപിക്കപ്പെടുന്നത് പോലെ ആരുടെയും കോടാലിക്കൈയായി മാറുകയുമല്ല ചെയ്യുന്നത്. അവിടെ ഇത് സംബന്ധിച്ച ക്രമക്കേടുണ്ടായി എന്ന് പറഞ്ഞ് ടി എ മധുസൂദനെ അടക്കം നടപടിയും നേരിടേണ്ടി വന്നതാണ്. ഇത് വിശദീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2022 പോലും പൂർണ്ണമായി വിശദീകരിച്ച് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഇതിൽ പാർട്ടി പ്രധാനമായും പറയുന്നത് പരസ്യമായി പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്തുത്തരം നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുഞ്ഞികൃഷ്ണനെ പോലെ 50 വർഷക്കാലം പാർട്ടി മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വ്യാജമായ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് ആ പ്രദേശത്തെ പാർട്ടി അണികൾ പോലും കരുതുന്നില്ല.